പിന്നെ നീ നാട്ടിൽ ചെന്ന് അവിടെ തന്നെ നിന്നുകളരുത്. അത്യാവശ്യത്തിന് വിളിച്ചാൽ ഇങ്ങോട്ട് വന്നേക്കണം. അല്ലെങ്കിലും പച്ചക്കറി എടുക്കാൻ പൊള്ളാച്ചി വരണമല്ലോ. നീ എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ. ഞാൻ പീതാംബരൻ ഗോവിന്ദ നാട്ടിലേക്കാണെങ്കിൽ കയറിക്കോ. നീ ഇതെവിടെ പോയിട്ട് വരുന്നത്? ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. അമ്മാവന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ. അതിനെന്താ ചിരിക്കാൻ? എങ്ങനെ ചിരിക്കാതിരിക്കും? പുള്ളിക്കാരന് ചിക്കൻ കുനിയെ പിടിക്കുമെന്ന് പേടിച്ച് നാട്ടിൽ നിന്ന് ഡിണ്ടിഗലുള്ള മോളുടെ വീട്ടിൽ പോയതാ. അവിടെ വെച്ച് കാള കുത്തി മരിച്ചു. ഉറക്കപ്പായിന്ന് എഴുന്നേറ്റ് പശു എന്ന് കരുതി കാളയെ കറക്കാൻ ചെന്നതാ. ദോഷം പറയരുത്, കാളയുടെ ഒറ്റ കുത്തിനെ അമ്മാവൻ മരിച്ചു കൊടുത്തു. കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. മോനെ അപ്പൂ വാസുവേട്ടനാ കള കൊണ്ടുപോയി മോനെ. എനിക്കിനി ആരുമില്ലടാ. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. കെട്ടിക്കാറായ 2 പെമ്മക്കളുണ്ടല്ലേ? മിണ്ടായല്ലേ, പെമ്മക്കളൊന്നും അല്ല, പാലക്കാട് ഇറക്കാനുള്ള 2 പാസഞ്ചേഴ്സാ. നീ ഇതിനകത്ത് പച്ചക്കറിയും കയറ്റി. ഇവിടെ വിലക്കുറവല്ലേ? അമ്മാവന്റെ 16 അടിയന്തരത്തിന് വേണ്ടി വീണ്ടും ഞാൻ തന്നെ ട്രിപ്പ് അടിക്കണ്ടല്ലോ. ഏതായാലും ചെലവൊക്കെ എന്റെ തലയല്ല. കരച്ചിൽ മതിയായെങ്കിൽ ഞാൻ ഡോർ ക്ലോസ് ചെയ്തോട്ടെ. അമ്മായി ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ. ഇനി അടുത്ത ആളെ കാണുമ്പോ കരയാട്ടാ. എന്തൊരനുസരണ. രണ്ടാളും മുന്നേ കറിക്കോ. ഞാൻ വരുന്നില്ല, ഗോവിന്ദൻ മാത്രമേ ഉള്ളൂ. അണ്ണൻ വരുന്നില്ലേ? അണ്ണൻ വരാതിരുന്ന പിന്നെ എങ്ങനെ ശരിയാവും? അവിടെ ഉത്സവത്തിന് തല്ലുണ്ടാക്കാൻ പിന്നെ ആരാ ഉള്ളത്? ഇപ്രാവശ്യം അച്ചുവേട്ടനാ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ്. പോരാത്തതിന് നമ്മുടെ ട്രൂപ്പിന്റെ ബാലയുമുണ്ട്. ഞാൻ വന്നാ ബാല ആയിരിക്കില്ല, അവിടെ ചവിട്ടുനാടകമായിരിക്കും നടക്കുന്നത്. അതാണല്ലോ നമുക്ക് വേണ്ടത്. നിങ്ങൾ 2 പേരും കൂടെ കൂടിയാലേ ഉത്സവം ഒന്ന് കൊഴുകൊഴുക്കും. അച്ചുവേട്ടനാണെങ്കിൽ ഇപ്പൊ പഴയ പോലെ ഒരു ഉഷാറും ഇല്ലെന്നേ. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും കുട്ടികൾ ഉണ്ടാകാത്തതിന്റെ നിരാശ കൊണ്ട് ഇച്ചിരി കള്ളുകൂടിയുണ്ട്. പിന്നെ സംസാരിക്കാൻ കഴിവില്ലെങ്കിലും കള്ളു കുടിച്ചാ പുള്ളിക്ക് 100 നാവാ. കേൾക്കുന്നവൻ അത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകുന്നത് വരെ ഇടിയാ. എന്റെ കൊച്ചിന് കള്ളും ചിലപ്പോ കഞ്ചാവ് ഞാൻ കൊടുക്കും. അതിന് വെച്ചാൽ നീയാണോ പൊട്ട? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ ഈശ്വര, അവന് മനസ്സിലായില്ലെന്ന്. ഒന്ന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുന്റെ അച്ചു. ഇല്ലെന്ന് എന്റെ ചന്ദ്ര ഒന്ന് പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ അവര് മനസ്സിലാകുന്നവര് ഇടിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ മനസ്സിലായാന്ന്. 2 എണ്ണം ശരിക്കും കിട്ടിയ അച്ചുവിന്റെ ഭാഷ ഇവിടെ എല്ലാവർക്കും മനസ്സിലാവും. എടാ, സ്വന്തം കുഞ്ഞാണെങ്കിലും ഭാര്യ ആണെങ്കിലും ഉപദ്രവിക്കാൻ ഇവിടെ നിയമമില്ല. കൊഞ്ചിക്കാനും ലാളിക്കാനേ നിയമമുള്ളൂ. എങ്ങോട്ടാ? ഇവിടെ എടാ, കൊച്ചിനെ കൊഞ്ചിച്ച് കരച്ചില് മാറ്റാൻ. എനിക്ക് കൊഞ്ചിക്കാൻ അറിയില്ല. അവന് വഞ്ചിക്കാനേ അറിയുള്ളൂ. എന്റെ കണ്ണ് തെറ്റിയ കൊച്ചിനെ കൊണ്ടുപോയി അതിന്റെ പൊന്നും പൊടിയും വിറ്റ് കള്ളു കുടിക്കും. മഹാഭാവി, ആകെ 1.5 ഗ്രാമിന്റെ കമ്മലും വിറ്റോ? പെൺകുച്ചുങ്ങള് കമ്മലിടാൻ പാടില്ല, പിച്ചക്കാര് പിടിച്ചോണ്ട് പോവും. എന്താ പറഞ്ഞ? മേലിൽ നീ കുട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാൽ നിന്നെ വെട്ടിയെറിഞ്ഞ് ഷാപ്പിലെ കറിയായിട്ട് വിളമ്പുന്നാണ് പറഞ്ഞത്. കേട്ടോടാ കുടുംബം നോക്കാത്ത തെണ്ടി. അതെന്റെ പേർക്ക് പറഞ്ഞതാ. എനിക്ക് മനസ്സിലായി. കൊച്ചിന് പുതിയ കമ്മല് മേടിച്ചു കൊടുക്കാനല്ലേ പറഞ്ഞത്. മനസ്സിലായി.
ആവശ്യമുള്ളതൊക്കെ പറഞ്ഞു മേടിച്ചോണം കേട്ടോ. എന്റെ പറ്റൂടി ഇവന്റെ പേരിൽ എഴുതിയേക്കട്ടാ. ഓടി എന്നാ കാശി. അച്ചുവേ അതുപോലെ നിനക്കും വേണ്ടടാ. ആ ദൈവം തരും. എന്നാ പോവാച്ചു. എടാ അച്ചുവേ, ഇത്രയും കാലം ചികിത്സയും നേർച്ചയൊക്കെ നടത്തിയിട്ട് ഒരു ഗുണം ഉണ്ടായില്ലടാ. അല്ല ശരിക്കും തകരാറ് നിനക്കോ നിന്റെ ഭാര്യക്കോ? പാരമ്പര്യ ഒരമ്മാവനുള്ളതിന് പിള്ളേരില്ലല്ലോ. ഇവരൊട്ടനി ഉണ്ടാവാനും പോണില്ല. ഇനി ജനിക്കുന്ന കൊച്ചും ഊമയായി പോകുന്നു കരുതി ആര് വേണ്ടെന്ന് വെക്കുന്നതാണോടാ? ഇന്നൊക്കെ തകരാറ് ആർക്കാണ് നിന്റെയൊക്കെ വീട്ടിൽ വന്ന് പരീക്ഷിച്ച് കാണിച്ചു നമ്മുടെ പന്ന പുന്നാര മോനെന്നാ പറഞ്ഞത്. മനസ്സിലായടാ പൊലക്കാട്ടുശ്ശേരി ഭരത പന്നി. പൊട്ടനായി പോയി. ഇല്ലെങ്കിൽ കാണിച്ചു കൊടുത്തേനെ ഞാൻ. നമുക്കൊരു പെറ്റീഷൻ കൊടുത്താലോ? ആർക്ക് കൊണ്ടുപോയി പെറ്റീഷൻ കൊടുക്കാനാ? ആ SI ശ്യാമണ്ണല്ലേ ഇവരുടെ ബാലെ ട്രൂപ്പിലെ പ്രധാന നടൻ. ഓ രണ്ടടി മുകളിൽ രണ്ടടി താഴ്ത്ത് ഒരടി തുടയിൽ. തുടയിൽ റോമനക്കുട്ടാ, അഞ്ചാമത്തടി ദുര്യോധന്റെ തുടയിൽ അടിക്കുമെന്ന് പറഞ്ഞില്ലേ? നീ വെറുതെ എന്നെ ആശാന്റെ വായിന്ന് ചീത്ത ഏൽപ്പിക്കും. സോറി സർ. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ? സാർ ട്രാൻസ്ഫർ ആയി വന്നതാണല്ലേ? എന്റെ ചേട്ടാ, ഇവിടെ ഉള്ളവർക്ക് തന്നെ ഒരു പണിയില്ല. പിന്നെ നല്ലൊരു കലാഹൃദയം ഉള്ളതുകൊണ്ട് ബോറടിക്കാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇവിടെ ആകെ വരുന്ന കേസ് അതിർത്തി തർക്കോ. ഒരു കള്ളനെ കുനിച്ചിൽ തിരിച്ച് കാലം മറന്നു. വല്ലപ്പോഴും മരുഭൂമി പെയ്ത മഴ പോലെ ഒരു ക്രിമിനൽ കേസ് വരണമെങ്കിൽ ണ്ടല്ല പൊള്ളാച്ചി നിങ്ങ് വരണം. ഇരട്ടകളാ, അതുപോലെ തന്നെ പരട്ടകളും. ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും. പക്ഷേ എനിക്ക് മാറില്ല. പേന കൊണ്ട് ഞാൻ കവിളിൽ കറുത്ത് മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു. മറകില്ലാത്തവൻ അച്ചു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മൾ ആരാ മോൻ? ഏയ് പേടിക്കണ്ട പേടിക്കണ്ട, ഇത് കേസൊന്നും ആയിരിക്കില്ല. ഒന്നില്ലെങ്കിൽ എന്റെ ഭാര്യ അല്ലെങ്കിൽ അവന്റെ ഭാര്യ. ഹലോ, ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞാടി. മോളെ കറച്ച് വെച്ച മതി. കോട്ടമ്പള്ളി പറഞ്ഞേ. ആ പിന്നെ മോളെ, ഞാൻ റിഹേഴ്സൽ കഴിഞ്ഞേ വരൂ. നീ ഇത്തിരി വെള്ളം ചൂടാക്കി വെച്ചേരും. എന്തൊക്കെ ധൈര്യത്തുള്ളതാ. അങ്ങനെ അടി. ഇങ്ങോട്ട് ശ്യാമള, നിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ? എന്താ പറ പേര്? ദുരാഹരിയായ ദുര്യോധനൻ. ഇവൻ ഭീമസേനൻ. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെ വീഴ്ത്തണം. അതിനു പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്? അല്ല, കാലം കുറേയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി നീ ഭീമസേനെ തോക്കെടുത്ത് വെടിവെക്കുവോ? പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോടാ ശവമേ? ആശാൻ,
ഞാൻ SI ആണ്, നാറ്റിക്കരുത്, പബ്ലിക്കിന് പേരുണ്ടാവില്ല. SIM പോലീസും ഒക്കെ അവിടെ. ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്ക് ഒരുപോലെയാ. നീ അപ്പുറത്ത് മാറുന്ന പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാ മതി. പോടാ. അധികം ചിരിക്കണ്ട. വസ്ത്രാക്ഷേപ സമയത്ത് ഞാൻ ശരിക്കും തുണി ഉടിഞ്ഞിരിക്കും. നമുക്ക് ആ മാവിന്റെ ചോട്ടി പോയി യുദ്ധം ചെയ്യാം. ഇനി ആദ്യ രംഗം ഇന്ദ്രസദസ് നോക്കാം. വാ വാ, മൂവ്മെന്റ്. നാരദൻ നാരദൻ. നാരായണ 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 നാരായണ. മൊബൈൽ എടുക്കാൻ മറന്നു. ദേവലോകത്തിന്റെ അധിപനായ ദേവേന്ദ്രന് വന്ദനം. ഇന്ദ്രലോകത്തേക്ക് അങ്ങേക്ക് ഹാർദവമായ സ്വാഗതം. അങ്ങയുടെ ആഗമനം നമ്മെ ആനന്ദചിത്തനാക്കിയിരിക്കുന്നു. ഊമകൾക്ക് അഭിനയിക്കാൻ പറ്റിയ ലോകത്തെ ഏക കല ബാലെ തന്നെ. അപ്പൊ കഥകളിയാ. ഈ സന്തോഷം നമ്മൾ ആഘോഷിക്കുകയാണ്. കടന്നു വരട്ടെ ദേവലോക നർത്തകികൾ. ഉർവശി, രംഭ, മേനഹ. എന്താണ് കാണിക്കുന്നത്? മേനകയുടെ ഡൂപ്പ് നിൽക്കണ ആശാനെ. മേനക എവിടെ പോയി? അറിഞ്ഞില്ലേ? മേനക പരശുരാമന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് ചെറിയൊരു ന്യൂസ് കേട്ടു. ഭീഷ്മനായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ സുധാകരനില്ലേ, അവന്റെ ഭാര്യയാണ് അവള്. അത് കാരണം ഭീഷ്മന് വെള്ളം അടിച്ച് ഷാപ്പിൽ കിടക്കുക. ഗുരുത്വദോഷികള്. എന്നാൽ തൽക്കാലം ഇന്ന് മതിയാക്കാം. ഇനി നാളെ നോക്കാം. അല്ല മേനക അച്ചോട്ടും ദേവേന്ദ്രനായിട്ട് അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടായിട്ടോ. ഈ മാന എനിക്ക് കൂടുതൽ ഇഷ്ടായത്. അച്ചോട്ടാ, മേക്കപ്പ് അടിച്ചിട്ടൊന്ന് കാണണേ. തോടയുടെ എക്സ്റേ എടുക്കേണ്ടി വരുമെന്ന്. അച്ചോട്ടാ, അച്ചോട്ടിന്റെ മനസ്സിലൊന്നുമില്ലെന്ന് എനിക്കറിയാം. അച്ചോട്ടൻ പാവാ. പക്ഷെ അവളുണ്ടല്ലോ, ആ സുലോചന, അവൾ ആളത്ര ശരിയല്ല. കാണുമ്പോ ചിരിച്ചു കാണിച്ചിട്ട് മാറി ഇന്ന് കുറ്റം പറയുന്ന ആ മഞ്ജു പറയുന്നത്. അത് നമുക്ക് കുട്ടികളില്ലാത്തോണ്ട് അച്ചോട്ടിന് രണ്ടാമത് കെട്ടാൻ ആഗ്രഹം ഉണ്ടെന്ന്. എനിക്ക് സമ്മതമാണോന്നോ? കൊല്ലി ഞാൻ. അത് മാത്രമല്ല, സ്വന്തം ട്രൂപ്പായതുകൊണ്ട് മാത്രം അച്ചോട്ടിന് ഇപ്പോഴും ഹീറോ ആയിരിക്കുന്നത്. അച്ചോട്ടിന് അഭിനയിക്കാൻ അറിയില്ലെന്ന് അവള് പറഞ്ഞു. എന്താ അച്ചോട്ടിന് എന്തേ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ അച്ഛനെ അഭിനയിക്കാൻ അറിയാൻ പാടില്ലെന്ന് നീ പറഞ്ഞ എത്ര നടന്മാരെ അഭിനയിച്ച് കാണിക്കുന്ന അറിയാമോ? ആ സുരേഷ് ഗോപിനെ ഒന്ന് കാണിച്ചേ. സുരേഷ് ഗോപി ഇപ്പൊ കണ്ടോ? ഇപ്പൊ ഷൈൻ ചെയ്യും. ആ സ്പീഡ് ചാണം ചവിട്ടെ. അടുത്ത മറ്റേ മമ്മൂട്ടി. മമ്മൂട്ടിയെ കണ്ടോടി. മമ്മൂട്ടി. ഡയലോഗ് വലത്തെ കുത്ത്, ഇടത്തെ കുത്ത്. സെന്റി സെന്റി. അടുത്തതിന് മോഹൻലാൽ. മോഹൻലാൽ കണ്ടോ? മോഹൻലാൽ. സവാരി മനസ്സിലായി. ഇനി ഏത് അച്യുതാനന്ദൻ. അച്യുതാനന്ദൻ നടുമിന്നു. പേടിക്കണ്ട, ഫിഗർ പിടിക്കണേ. താടിക്ക് കുത്തിയതണ്ട. ഓക്കേ. അരപ്പോം കുറഞ്ഞു കാണും. മതി ലക്ഷ്മി. അതെ, മാറ്റി ഇത്തിരി കുറവാ. ഒരു 4000 രൂപ തരാം. അയ്യോ, അങ്ങനെ പറയല്ലോ ലക്ഷ്മി. അച്ചു ആയിരുന്നെങ്കിൽ എനിക്ക് 5 രൂപ തികച്ചു തന്നേനെ. എന്നാ പിന്നെ ചേട്ടൻ ഒരു കാര്യം ചെയ്യും.
അച്ചുവേട്ടനെ ഉത്സവ പിരിവിന് പോയിരിക്കാം. നേരിട്ട് കാണുമ്പോ 5 രൂപ മേടിച്ചോ. വേണ്ട, 4000 മതി. അങ്ങനെ വഴിക്ക് വാ. അവറാച്ചോ, തന്റെ അഭ്യാസമൊന്നും അവിടെ അടുത്ത് നടക്കില്ല. കിട്ടിയതിൽ മേടിച്ചോണ്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. അച്ഛാ, ഊണെടുക്കാറായോ? വേണ്ട മോളെ, അച്ഛൻ കൂടെ വരട്ടെ. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് സംഭാവന പിരിക്കാൻ നടന്ന് ഇനി ഏത് സമയത്ത് വരാനാ? അച്ചുവേട്ടൻ വരാൻ ഒരു നേരവും. നീ അച്ഛനുള്ള ഭക്ഷണം എടുത്ത് മേശപ്പുറത്ത് വെച്ചോ. അച്ചോട്ടനെ കണ്ടെങ്കിൽ പറഞ്ഞ കാശെങ്കിലും കിട്ടിയേനെ. അവനുണ്ട് അവിടെ അച്ചു. ഏയ്, അച്ചോടെ ഇല്ല. ആശ്വാസമായി. ആശാനേ. ആരാടാ? ഞാനാശാനെ, ഗോവിന്ദൻ. വാടാ. അപ്പോട്ടും വന്നില്ലേ? ഇല്ല, വന്നില്ല. അയ്യോ, അവിടെ ഭയങ്കര തിരക്കല്ലേ, നിന്ന് തിരിയാൻ നേരമില്ല. നീ ഇതെല്ലാം കൊണ്ടുപോയി അച്ഛന് കൊടുക്കുന്നു പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ. എനിക്കറിയാം അവൻ വരില്ല. അവൻ വരണമെങ്കിൽ തല്ലുകൂടാൻ ഇവിടെ എന്തെങ്കിലും ഒരു കാരണം വേണം. അങ്ങനെയാണെങ്കിൽ അവൻ പാഞ്ഞെത്തിക്കോളും. വന്നാലും രണ്ടുപേരും തമ്മിൽ ചേരില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ആ, ഒരേ ചോരയാണെങ്കിലും തമ്മിത്തല്ലാനല്ലേ അവന്മാർക്കറിയൂ. ഇവന്മാരുടെ തമ്മിത്തല്ല് കണ്ട് ഒരുപാട് നിണ്ടിച്ച എന്റെ പത്മാവതി പോയത്. എന്റെ ഗതി അത് തന്നെ. ആശാൻ വിഷമിക്കണ്ട, രണ്ടുപേരും കുറച്ചുകൂടെ വളർന്ന് വലുതാവട്ടെ, എല്ലാം ശരിയായിക്കോളും. അല്ല, ഞാൻ ഇറങ്ങട്ടെ. സപ്ലൈക്കുള്ള ചരക്ക് വണ്ടിയിലിരിക്കുക. ഓട്ടെ. ദൈവമേ, ഒന്ന് കണ്ണു കെറ്റിയപ്പോഴേക്കും എല്ലാം പുറത്തു ചാടിയ. പേടിക്കുന്നെന്തിനാ? കൊല്ലാനുള്ള കോഴിയല്ലേ. ബാക്കിയുള്ളവരെ പിടിക്കട്ടെ. ഇയാളെ പ്രത്യേകം വിളിക്കണം. കോഴി കുളിക്കാൻ പോണം. ഒന്ന് കാണാൻ പറ്റണില്ല. ഞാനൊന്ന് പിടിച്ചോട്ടെ. ഞാൻ പറയട്ടെ. അച്ചു, ഞാൻ കോഴി. അച്ചു പിടിക്കാൻ പറഞ്ഞല്ലേ പറഞ്ഞു. ചോര. അച്ചു, എന്നെ ഒന്നും ചെയ്യരുത്. ആശാനേ, 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 ഒന്ന് ഓടി വാ. അച്ചു, ഇത് റിഹേഴ്സലാ? അതാ ഒറിജിനലാ? അപ്പു പറഞ്ഞിട്ട് വന്നതാ. അപ്പു പറഞ്ഞിട്ട് വന്നതാ. ഇവനെ കൊണ്ട് ഗോവിന്ദ, ഗോവിന്ദ, ഇതാപര ഇവനെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കടാ. ഒന്ന് പിടിച്ചേ. ഈശ്വര, ഇനി ഇത് അപ്പു പറഞ്ഞ പിന്നെ എന്തെല്ലാം പുലിവാല ഉണ്ടാകാൻ പോണേ. അവൻ എന്നെ തല്ലി ഈ പരുവാക്കി കളഞ്ഞു. നിന്നോടുള്ള ദേഷ്യം അവൻ എന്നോടാ തീർത്തത്. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. കേരള ജീപ്പില് എന്തിനാണെന്നാ ഒരുത്തനെ ഇടിച്ച് കൊല്ലാൻ നോക്കിയതിന്?
എന്റെ സ്വഭാവം വെറുതെ ചീത്തക്കരുത്. ഏട്ടഞ്ഞ് കഴിഞ്ഞ പിന്നെ തല്ലുകൊള്ളാൻ നിർത്താറില്ല ഞാൻ. എന്നെ വെറുതെ തല്ലുകൊളിപ്പിക്കാതെ ഒന്ന് കേറച്ചു. ശ്യാമളം പറയുന്നത് അനുസരിക്കച്ചു, നീ ചെല്ല്. ശ്യാമളോ തന്റെ മടിയിലിരുത്തിയാൾക്ക് പേറ്റത് സാറിന് വിളിക്കണോ? ഞാൻ നിന്റെ ആശാനല്ലേ ശ്യാമള? ആശാനും കൂശാനൊക്കെ അങ്ങ് വാലേലി. യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ക്രിമിനൽസാ. മോനെ ഒരു ഗുണ്ടയായിട്ട് വളർത്താനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ ഇടിച്ചു തന്നെ പൂമ്പുകളൊക്കെ ഞാൻ. ഒന്നുമില്ല, ഒരു ഗുരുദക്ഷിണ കൊടുത്തതാ, ചുമ്മാ പേടിപ്പിച്ചതാ. എന്റെ കൈമനെ കടത്താതെ വേഗം വണ്ടി കേറച്ചു. ഐശ്വര്യമുള്ള പല്ല്. അപ്പൂനെ അന്വേഷിച്ച് വന്നതാ അല്ലേ? ഇയാളെ കണ്ടപ്പോ തമിഴിനാന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ തമിഴില് സംസാരിച്ചത്. തമിഴാ? മക്കള് വാ, അപ്പൂനെ ഞാൻ കാണിച്ചു തരാം. അപ്പൂ ഞാൻ തമ്മിൽ എത്ര വർഷത്തെ ബന്ധാന്നറിയോ? ആണോ? ലീലാമണി ചേച്ചിന്ന് തികച്ചും വിളിക്കില്ല. അത് അക്ഷരാഭ്യാസം ഇല്ലാത്തോണ്ട്. ദേ ഇരിക്കണു നല്ല മിടുക്കനായിട്ട്. സന്തോഷായല്ലോ? പിന്നെ ചേച്ചി പോട്ടെ. പരമ കഷ്ടം. ഇയാൾക്കൊന്ന് തല കുമ്പിട്ടിരിക്കാൻ പാടില്ലേ? തെറിയാണ് വിളിച്ചത്. തെറിക്ക് പിന്നെ പ്രത്യേകിച്ച് ഭാഷ വേണമെന്നില്ലല്ലോ. വേഗം പോര്, ഇല്ലെങ്കിൽ തല്ലും കൂടി വാ. முடியும் பாபா சீக்கிரம் முடியும் டாடா ഇറങ്ങി വന്നി. എന്താണ് ഇതെന്താണിത്? ഇത് തമിഴാണല്ല? തമിഴാണോ? ഇങ്ങടുക്ക്. ഇത് നമുക്ക് അറിയാന്നുള്ള ആരെങ്കിലും കൊണ്ട് വായിപ്പിക്കാം. വണക്കയ്യ. അവിടെ നിൽക്ക്. തമ്പി, ഇതൊന്ന് വായിച്ചു പഠിച്ച് ചൊല്ലിത്തരുമാ? എഴുത്തുമാനെ അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ? അതെ, കളിയാക്കിയതല്ല, ഞങ്ങൾക്കും തമിഴ് വായിക്കാൻ അറിഞ്ഞൂടാ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. அப்படியா? ഞാൻ മിണ്ടൂല. டேய், படிக்க தெரிஞ்சவர் யாராவது இருந்தா கொஞ்சம் படிச்சு சொல்லி கொடுக்கடா. அன்புள்ள மாமாவுக்கு, இந்த ஊர்ல நாம ஒன்னா சேர்ந்து வாழ முடியாது. அதனால இன்னைக்கு ராத்திரி நான் வீட்டை விட்டு இறங்கி வர போறேன். என் சித்தப்பாவோட சொத்தோ பணமோ ஒண்ணு எனக்கு வேண்டாம். நீங்க என்கிட்ட கொடுத்த கோல்டும் பணமும் என்கிட்ட இருக்கு. அத நான் எடுத்துட்டு வரேன். இன்னைக்கு நைட்டு 1 மணிக்கு மாரியம்மன் கோவில் கிட்ட வெயிட் பண்ணுங்க. நீங்க கண்டிப்பா வருவீங்கன்ற நம்பிக்கையோட உங்களோட தேன்மொழி. சார், உங்க காதலியை கூட்டிட்டு போய் சந்தோஷமா வாழுங்க. അച്ചു, നമ്മുടെ പണവും സ്വർണവും അപ്പു കാമുകിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കയാ. ഇന്ന് രാത്രി അവരതും കൊണ്ട് ഒളിച്ചോടാൻ പോവുകയാണ്. അതാണ് ഈ കത്ത്. നമ്മുടെ പണവും സ്വർണവും കിട്ടാൻ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ഇന്ന് രാത്രി മാരിയമ്മൻ കോവിലിന് മുന്നിൽ അപ്പുവിന് പകരം നീ അവളെ കാത്തു നിൽക്കണം. കള്ളു കുടിച്ചുകൊണ്ട് കണ്ണ് പിടിക്കുന്നില്ല. സോറി, ഫോൺ. ഒരു മിനിറ്റ്. ഹലോ. അണ്ണ ഇങ്ങനെ തെറി വിളിക്കരുത്. ശരി, എന്നാ ഞാനും കൂടെ ചേർന്ന് തന്നെ സുധാകരന് നിങ്ങളുടെ കൈ 50,000 രൂപ വാങ്ങിച്ചു കൊടുത്തത്. പക്ഷെ ഞാനിപ്പോ പൊള്ളാച്ചിലാണെന്ന് ഒരാളെ പൊക്കാൻ വന്നത്.
ഞാൻ വന്ന് ഇങ്ങനെ തെര വിളിക്കരുത്. ഒരു മിനിറ്റ്, വേറെ ഫോൺ പറഞ്ഞു. ഹലോ. ആ ഇവിടെ സുധാര, നിന്നെ കുറിച്ചാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത്. നീ എന്താ മോഹൻ ചേട്ടന് കാശ് കൊണ്ട് കൊടുക്കാത്ത? ഇനി നിന്റെ ഇല്ല, ഇനി ഞാൻ നിന്നോടൊന്നും സംസാരിക്കണില്ല. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തോ. എന്നെ ഇതിൽ ഇടപെടുത്തരുത്. അച്ചു, ദേ അവള്. അത് തന്നെ. അതിലല്ല, ഇത് എന്നു. നമ്മുടെ കാശടിച്ചു മാറ്റാൻ വേറെ കള്ളന്മാരാ. സമ്മതിക്കില്ല ഞാൻ. അച്ചോട്ടാ, ഇനി വൈകിക്കണ്ട, പണി മുടങ്ങിക്കോ. ഒന്നൂടെ ചേർത്ത് ഇങ്ങോട്ട് മാറ്. എന്റെ കവചം പോയി, എന്റെ പോയി. കിട്ടിയാ? ഇട്ടോ? വാ, വാ, പോകാം. വാ, വേഗം വാ, പോവാം. വേഗം വാ. നോക്കിയേ, പണയപ്പണ്ട മുഴുവൻ അവളും ദേഹത്താ. വേഗം ചെന്ന് പൊക്ക്, വേഗം ചെന്ന് അവളെ പൊക്കാൻ. വാ, ഓടി വാ. ഇതാമരാ, വണ്ടി എടുത്തോ. മതി മതി, യുദ്ധം കഴിഞ്ഞു. എങ്ങനെയുണ്ട്? എങ്ങോട്ടാടാ? ഞാനേ ഒന്ന് ടൗൺ വരെ പോയിട്ട്. ആ, തമിഴ്നാട് പോലീസിന്റെ ഇൻഫോർമേഷൻ കിട്ടിയിട്ട് വന്നതാ. വധശ്രമത്തിന്റെ പേരിൽ ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്. നിനക്കല്ല, നിന്റെ അണ്ണനില്ലേ പൊള്ളാച്ചിൽ അപ്പു, അവനി. അവനിവിടെ വന്നാൽ നീ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അവനെന്റെ കൈ കിട്ടിയാ നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ ഇടി കൊടുത്തോളാ. നീ എന്തെങ്കിലും നക്കാപ്പിച്ച് എനിക്ക് തന്നാ മതി. മൂത്രം കുടിപ്പിക്കുന്നതിന് കാശ് കൂടുതലാട്ടോ. തിരിച്ചു കുടിപ്പിച്ച നമ്മളും കുടിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നാറിയനെ കുടിപ്പിച്ചേ. അവന് പൈന്റ് പൊട്ടിക്കന്നാ. ഉലക്ക ഉലക്ക. വൈഫ് എന്നെ സ്ഥിരമായി മുതുകിലെടുക്കുന്ന ഇൻസ്ട്രുമെന്റ്. അതുകൊണ്ട് ഉറ്റണോ? പിന്നെ എന്തൊക്കെ വേണം? കുനിച്ചു നിർത്തി മുട്ടുകൈ കൊണ്ട് മുതുകിലിരിക്കണോ? ഇതൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിലും അവനെങ്കിലും എന്നെ ചെയ്തിരിക്കും. ഞാൻ വാക്കിരുന്നു. എന്താണ് പുളുന്താനാശാന ഒരു മൗനവ്രതം? ചത്തോ? മോന്റെ കൂടെ തന്തനെയും പൊക്കണോ ഞാൻ? മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അറിയാതെ പലതും തികട്ടി വരും. സോറി ആശാനെ, റിയലി സോറി.
ശ്യാമള സാറേ, ശ്യാമള സാർ ഇവിടെ ഉള്ളത് നന്നായി. ഈ അച്ചു ഞങ്ങളോട് പറഞ്ഞ അവധിയെല്ലാം കഴിഞ്ഞിരിക്കുക. ഇന്ന് കാവിലെ കൊടിയേറ്റ് കഴിഞ്ഞു. അച്ചൂട്ടം വീണ്ടും വാക്ക് എരിച്ച പിന്നെ കാര്യങ്ങൾ എങ്ങനെ നടക്കുക? അച്ചു ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഊമയായി ഇവനെങ്ങനെ വാക്ക് പറയും. അതുകൊണ്ട് ലാപ്പ് ഹാൻഡ് വേണ്ട. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവൻ നേരും നിറവുള്ളവനാ അല്ലടാ. കണ്ടോ, എന്റെ ഊഹാപോഹം ശരിയാണെങ്കിൽ ഇവൻ ഈ പെറ്റിയുമായിട്ട് ഇറങ്ങിയത് നിങ്ങളുടെ കാശ് തരാൻ മാത്രമാണ് അല്ലടാ. സംശയമുള്ളവർക്ക് തുറന്നു നോക്കാം. അഥവാ മുണ്ടും ചെറ്റിയുമാണെങ്കിൽ എന്നെ തെറി പറയരുത്. തുറന്നു നോക്കാം, തുറന്നു നോക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തെറി തുറക്കാം. എന്നെ തെറികേൽപ്പിക്കില്ലേ ഈശ്വരാ. ഞാൻ പറഞ്ഞില്ലേ കാശായിരിക്കും. അച്ചു ഇത് കൂടുതലുണ്ടല്ലോ. ഞങ്ങളുടെ സ്വർണത്തിന്റെ കാശായിരിക്കും അല്ലേ? ഏതായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ തലവെസേന മധ്യസ്ഥയിൽ തന്നെ പരിഹരിക്കാം. അമ്പലത്തിന്റെ കാശ് 2,50,000. ഓക്കെ, വരൂ. ഞങ്ങളുടെ കാശ് എല്ലാവർക്കും തരാം. എന്റെ കാശല്ലല്ലോ. എന്നെ വെക്കോളൂ, കുറവാണ് തരില്ല. എന്നിട്ട് 10,000 രൂപ ബാക്കി. എന്ത് മധ്യസ്ഥ വഹിച്ച വകയിൽ അത് എന്നോട് എടുത്തോളാനോ? നമ്മൾ തമ്മിൽ വേണോ വെച്ചു? നീ എന്നെ കൊച്ചാക്കി കളഞ്ഞു. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. അടുത്ത ഉത്സവത്തിന് പിരിവിട്ട് വെക്കാം. വെച്ചോളൂ. നന്നായിടാ. നിന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും അച്ഛനൊരു ഉപകാരം ഉണ്ടായല്ലോ. ഈ ഭൂമി ഇത് എന്തൊരു കറക്കമാണ്. മാന്യന്മാർക്ക് നടക്കാൻ പറ്റുന്നില്ലെന്നേ. നട്ടല്ലേ പ്ലീസ് ഒന്ന് വളഞ്ഞോളൂ. ഈ കോട്ടൊന്ന് എടുത്തോട്ടെ. താങ്ക് യു നട്ടല്ലേ. ഹലോ സാറന്മാരെ നമസ്കാരം. ഒന്ന് പോടാ. ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോടാ പട്ടികളെ. பூமேடை வாசம் பொங்கும் தேனா. നിർത്തി നിർത്തി നിർത്തി. സത്യം പറയണം, നിങ്ങൾ ആരാ? ഞാൻ പറയാ ചോട്ടാ, എന്റെ ഏട്ടനെ പോലത്തെ എന്റെ കൂട്ടുകാരൻ, റൈറ്റ്? എന്റെ ആത്മ വിദ്യാലയ സഹോദരൻ അച്ചോട്ടനെ അറിയാമോ? നിങ്ങളുടെ വിഷമോ എന്റെ വിഷമവും കൂടെ ചേർന്ന അത് നമ്മുടെ വിഷമമാകും. ഈ നമ്മുടെ വിഷമം എന്തുവാ? അത് ഈ നാട്ടുകാരുടെ വിഷമമാണ്. ഉത്സവം നടത്താൻ കാശില്ല, അത് കള്ളം കൊണ്ടുപോയി. ചില പട്ടികൾ പറയുന്നു അത് ഞാനാ കട്ടതെന്ന്. ചില തെണ്ടുകൾ പറയുന്നു അത് നിങ്ങൾ മുക്കിയതാന്ന്. ഞാൻ കക്കൂലാന്നും നിങ്ങൾ മുക്കൂലാന്നും നമുക്കറിയാം. എല്ലാം നിങ്ങളുടെ അണ്ണൻ, ആ പരമ നാറി തെണ്ടി സെറ്റ ആഭാസ അട്ടാസൻ തമ്മാടൻ, അവൻ കൊണ്ടുപോയതാ. ആ എറപ്പാളി എങ്ങനെ നിങ്ങളുടെ കൂടെ പിറപ്പായി? പറ, എങ്ങനെ കൂടെ പിറപ്പായെന്ന്? അവന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടിക്കുന്ന, ഇങ്ങനെ ഇടിക്കണോ? ഇങ്ങനെ ഇടിച്ച നട്ടലൊടിയില്ലേ? അച്ചുവട്ടം വിഷമിക്കണ്ട. ഇതെന്റെ വീടിന്റെ ആധാരമാണ്. ഇത് വിറ്റോ പണയം വെച്ചോ അമ്പലത്തിലെ കടം വീട്ടണം. ഒറ്റത്തടിയാറ്റി നടക്കുന്ന എനിക്കെന്തിനാ വീട്? പിന്നെ ഒരാഗ്രഹമേ ഉള്ളു, അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എനിക്ക് മരിച്ചു വീണം. അത് നാട്ടുകാർ ചെയ്തോളൂ. അച്ചുവട്ട ഇത് പിടിക്കേ. എന്താ? അതൊന്നും പറഞ്ഞ പറ്റില്ല. എന്റെ കുടുംബം വിൽക്കണം, എന്നിട്ട് എനിക്ക് അന്തസ്സായിട്ട് തെണ്ടി നടക്കണം. പിടിക്കൂ, എനിക്ക് തെണ്ടണം. ഇത് അമ്പലത്തിൽ കാശ് ഞാൻ കൊടുത്തെന്ന്. കൊടുത്താ? ആ, എപ്പോ കൊടുത്ത്? ഇത് രാവിലെ. അച്ചോട്ടൻ എങ്ങനെ കാശ് കിട്ടി? ഓ, അതൊക്കെ ഒപ്പിച്ചു. സന്തോഷായ അച്ചോട്ട. ഇനി നമുക്ക് നാട്ടുകാരുടെ മുമ്പ് തല ഉയർത്തി നടക്കാം. അപ്പൊ വൈകിട്ട് കാണാം. ആ, കാണാം. ഊമയാണെങ്കിൽ എത്ര നല്ല മനുഷ്യൻ. എന്റെ ബോഡി കൊണ്ടുപോവാ എന്റെ വണ്ടി വന്നു.
എടാ ചന്ദ്ര, നീ അറിഞ്ഞില്ലേ അമ്പലത്തിലെ കാശ് അച്ചൂട്ടും കൊടുത്ത് തീർത്തടാ? ആര് പറഞ്ഞു? ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് അച്ചൂട്ട് സൈക്കിളിൽ അങ്ങോട്ട് പോയേ ഉള്ളു. ആ പോയത് നമ്മുടെ അച്ചു അല്ലല്ലോ. അത് നീ വെള്ളം അടിക്കാത്തോണ്ട് നിനക്ക് തോന്നുന്നതാ. അത് നമ്മുടെ അച്ചൂട്ടൻ തന്നെ. സൈക്കിൾ ഇടിക്കാൻ പോയപ്പോ അമ്മയെന്ന് വിളിക്കണ പോലെ തോന്നി. ചന്ദ്ര, അത് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഊമകൾ ചില പ്രത്യേക രീതിയിലുള്ള ശബ്ദബീജികൾ പുറപ്പെടുവിക്കാറുണ്ട്. അത് സംഭാഷണ ശകലങ്ങളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. അപകടം വരുമ്പോ ഊമ സംസാരിക്കോ? അപകടം വരുമ്പോഴും കൂമ്പിന് ഇടി കിട്ടുമ്പോഴും ചില ഊമകൾ സംസാരിക്കാറുണ്ട്. ഇല്ലടാ, അത് അപ്പുവാ. നമ്മുടെ അച്ഛൻ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അച്ഛന്റെ വേഷത്തിൽ അപ്പു നടക്കുവാ. ആണ്. ആ, അങ്ങനെയാണെങ്കിൽ ആ സംശയം ഒന്ന് തീർക്കണമല്ലോ. അത് ഞാൻ തീർത്തുതരാം. ആ പോയത് അപ്പുവാണെങ്കിൽ അയാളെ കൊണ്ട് ഒന്നുകൂടി ഞാൻ അമ്മേ എന്ന് വിളിപ്പിക്കും. എല്ലാം കിട്ടിയോടാ? എന്ത് പറ്റി എല്ലാരും നേരത്തെ വരാൻ? ശിവകാശി അച്ചോട്ട് നേരെ വീട്ടിലേക്കാ വന്നത്. ഞങ്ങൾ നാളെ വന്നോളന്നിട്ട് സമ്മതിച്ചില്ല. അതേതായാലും നന്നായി. നിങ്ങൾ ഇവിടെ ഇല്ലാഞ്ഞിട്ട് തേൻമൊഴിക്ക് വലിയ സങ്കടമായിരുന്നു. ഞാൻ വിളിച്ചതല്ലേ, അച്ഛനല്ലേ വേണ്ടെന്ന് പറഞ്ഞ്. ശരിയാ. ചന്ദ്ര, അതെ അപ്പു ഇവിടെ ഉണ്ട്. ബാലി സുഗ്രീവൻ 1000 എണ്ണ അടിച്ചില്ലേ? എന്താടാ? മതി, മനസ്സിലായി മനസ്സിലായി. പാഞ്ചാലി 1000 മതി. എന്റെ പൊന്നോ, ഒടുക്കത്ത അഭിനയം. ഹായ്, സൂചി കുത്താൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ്. ഈശ്വര, കുത്തുന്നത് വരെ ആ ചന്തി കുമ്പിട്ടി എന്നെ നിക്കണേ. മസില് പിടിക്കാതെ ലൂസാക്കിയിടൂ. സബാഷ്. ഈ കിഷ്കിന്താപുരി ഏത് പാലയിലാന്ന് പറയാമോ? കിഷ്കിന്താപുരി ഉത്തരറിയില്ല, മറ്റവൻ തന്നെ. ഇനി ക്യുസൊന്നും വേണ്ട, നമുക്ക് റിയാലിറ്റി ഷോ മതി. അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഔട്ടാവുന്ന റിയാലിറ്റി ഷോ. നീ എനിക്ക് വേണ്ടി SMS ചെയ്തോ. ഇന്ന് അവന്റെ സംഗതി എല്ലാം പുറത്തു വരും. ഒന്നുമില്ല. അതെ, ആകാശത്തേക്ക് നോക്കൂ. ഒരു പർവ. നമുക്കറിഞ്ഞൂടെ? അമ്മേന്ന് ശരിക്കും വിളിച്ചു.